നിനക്കിത് നന്നായി ഇഷ്ടപ്പെടും. നീ ഹാപ്പി ആകും. ഐ ഹാപ്പി, യു ഹാപ്പി, വി ആർ ഹാപ്പി. പാർട്ടിക്ക് വേണ്ട ഡെക്കറേഷൻ സാധനങ്ങൾ കൊണ്ടുവരാൻ ഞാൻ ഇവന്റ് മാനേജരോട് പറഞ്ഞിട്ടുണ്ട്. പടക്കം പറഞ്ഞിട്ടുണ്ടോ? പിന്നില്ലേ. അയ്യോ, പടക്കം മാത്രം പോരാ, മത്താപ്പൂ, കമ്പിത്തിരി, റോക്കറ്റ് എല്ലാം വേണം. പിന്നെ പൊട്ടാസും എല്ലാം ഉണ്ട്. നീ വാ, നമുക്ക് ചീട്ടുകളിക്കുള്ള സ്ഥലം റെഡിയാക്കിയിടാം. അവരിപ്പോ സാധനങ്ങൾ കൊണ്ട് വരും. ഗോ ഗോ. അപ്പൊ അവളുടെ കാരുണ്യത്തില മായച്ചിക്ക് ദീപാവലിയുടെ നടത്തിപ്പ് കിട്ടിയത്. കഷ്ടം. അവളെ കൊണ്ടത് ചെയ്യാൻ പറ്റില്ലെന്ന് അവള് തന്നെ സമ്മതിച്ചില്ലേ? ഇതുപോലെ ഓരോന്നും അവള് തന്നെ സമ്മതിക്കും. ഒടുവില് ഇവിടെ നിന്ന് പുറത്തു പോവുകയും ചെയ്യും. നിങ്ങളാ? അതെ, ഞാൻ തന്നെയാ. എടോ, നിങ്ങളോട് ഞാൻ എത്ര വട്ടം പറഞ്ഞതാ ഇങ്ങോട്ട് കയറി വരരുതെന്ന്? എല്ലാം അറിഞ്ഞുകൊണ്ടാ ഞാൻ വന്നത്. നീ ആ DKക്ക് വേണ്ടി പൂജ ചെയ്യുന്നു. അവൻ നിന്റെ കാല് കഴുകി നാരീ പൂജ ചെയ്യുന്നു. നീ എന്താ അവന്റെ കൂടെ അങ്ങ് ജീവിക്കാൻ തീരുമാനിച്ചോ? അതെ, ഈ തോക്കുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾ എന്നെ വെടിവെച്ച് കൊന്നു. ഞാൻ അങ്ങ് ചിരിച്ചുകൊണ്ട് ഹാപ്പി ആയിട്ട് മരിച്ചോളാം. പക്ഷേ ആ ഹിറ്റ്ലറുടെ ഭാര്യയായിട്ട് ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അത്രയ്ക്ക് വെറുപ്പാ എനിക്ക് അയാളോട്. എന്നിട്ടാണോ നീ ഇതുവരെ ആ ലോക്കർ എനിക്ക് എടുത്തു തരാത്തത്? അതെ, ആ ലോക്കർ തുറന്ന് തെളിവുകൾ എടുക്കണോ അതോ ആ ലോക്കർ അതേപോലെ നിങ്ങളുടെ കയ്യെ കൊണ്ട് തരണോ? നീ അത് എടുത്തുകൊണ്ട് തന്നാ മതി, ബാക്കി ഞാൻ നോക്കിക്കോളാം. ആ ലോക്കർ ഇപ്പൊ DKയുടെ മുറിയിൽ കാണാനില്ല. കാണാനില്ലെന്നോ? ആര് കൊണ്ടുപോയി? അത് ഞാനിപ്പോ എങ്ങനെ അറിയാനാ? ആ DK തന്നെ ആയിരിക്കും. അതൊന്നും എനിക്കറിയണ്ട. എവിടെയായാലും നീ അതെനിക്ക് കണ്ടുപിടിച്ചുകൊണ്ട് തന്നേ പറ്റൂ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? എന്നെ കൊല്ലൂ? നിന്നെ കൊല്ലില്ല, പക്ഷേ നിന്റെ അച്ഛൻ ജയിലിൽ കിടന്ന് നരകിച്ച് മരിക്കും. നീ നോക്കി പേടിപ്പിക്കണ്ട. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഇവൻ സഹായിക്കാൻ ഏറ്റതുകൊണ്ടാ വരാൻ പറഞ്ഞത്. പ്രിയ, ആപത്ത് വരുമ്പോഴും ബുദ്ധിമുട്ട് വരുമ്പോഴും ആളുകൾ പരസ്പരം സഹായിക്കേണ്ടത്. പ്രിയയുടെ അമ്മ എന്നോടൊരു ബുദ്ധിമുട്ട് പറഞ്ഞു. സഹായിക്കാൻ കഴിയാവുന്ന കാര്യമായതുകൊണ്ട് ഞാൻ സഹായിക്കാമെന്നേറ്റു. അത്രയേ ഉള്ളൂ. $15 ലക്ഷം രൂപയുടെ ചെക്കാണിത്. ബാങ്കിലെ കടം തീർക്കാൻ തൽക്കാലം ഇത് മതിയാവില്ലേ? മതി, ഇത് മതി. നിന്നോട് ഞാൻ എങ്ങനെയാ നന്ദി പറയേണ്ടത്? എനിക്ക് നന്ദി പറയേണ്ട കാര്യമൊന്നും ഇല്ല ആന്റി. ഞാൻ ഈ വീട്ടിലെ ഒരു അംഗമായി കഴിഞ്ഞാൽ പിന്നെ അതെന്റെ കടമയല്ലേ. തൽക്കാലം ഞാനൊരൽപ്പം മുൻകൂട്ടി ചെയ്യുന്നത് മാത്രം. പക്ഷേ ഒരു കാര്യത്തിൽ ആന്റി എനിക്ക് ഉറപ്പ് തരണം. ഞങ്ങളുടെ വിവാഹം. അതിനെന്താ തടസ്സം? നിന്റെ ഡിവോഴ്സ് കഴിഞ്ഞാൽ ഉടനെ വിവാഹം നടത്താം. ആദ്യം ഡിവോഴ്സ് നടക്കട്ടെ. ആ ചെക്കിങ് ഇതാ. അയ്യോ, പ്രിയ, നീ എന്തായി കാണിക്കുന്നേ? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? പ്രിയ, വീട്. നമുക്ക് പോവാം. അമ്മേ, നിങ്ങൾ താഴത്തേക്ക് പോയിക്കോ. ഞാൻ ഇപ്പൊ തന്നെ റെഡി ആയിട്ടങ്ങ് വന്നേ. ശരി, കം ഫാസ്റ്റ് ഫാസ്റ്റ്. ഗോ.
ബേട്ടി നമുക്ക് ഷോപ്പിങ്ങിന് പോവാം. പോവാം. അമ്മേ, ഞാൻ വരുന്നില്ല. അമ്മയുടെ കൂടെ മായ വരും. വാട്ട് മോളെ, എന്തു പറ്റി? അമ്മേ, ഷോപ്പിംഗ് നടത്താൻ ഇവളെ കൊണ്ട് പറ്റില്ലെന്നാ ജ്യോതി പറയുന്നത്. ഞാൻ തന്നെ പോണോന്ന്. ഓക്കെ ഓക്കെ, യു കം. നമുക്ക് പുറത്ത് വെയിറ്റ് ചെയ്യാം. ചിത്ര റെഡിയായി താഴേക്ക് വരും. കം കം. ഓക്കെ, പോയിട്ടോ. നീ എന്താ ദേവ ഇപ്പൊ വന്നത്? ഓഫീസിലേക്ക് അത്യാവശ്യമായി വേണ്ട ചില ഡോക്യുമെന്റ്സ് എടുക്കാനുണ്ടായിരുന്നു. രാവിലെ അത് മറന്നുപോയി. അല്ല, നിങ്ങളെല്ലാവരുടെ എവിടേക്കാ? ഷോപ്പിങ്ങിനാ. എങ്കിൽ പോയിട്ട് വാ. ഐഡിയ. ഷോപ്പിങ്ങിന് പോയി തിരിച്ചു വരുന്നത് വരെ ജ്യോതി മാത്രമേ ഉള്ളൂ വീട്ടില്. കൂടെ DKയും കൂടെ ഉണ്ടെങ്കിലേ ചില കലഹങ്ങൾ വലിയ സ്നേഹത്തിന്റെ തുടക്കമാവുന്ന പഴമക്കാര് പറയുന്നുണ്ടല്ലോ. ഒന്ന് ശ്രമിച്ചു നോക്കാം. അമ്മേ, പോകുന്നില്ലേ? ഒരു കാര്യം ചെയ്യേ, എന്തായാലും നീ വന്നതല്ലേ, ഞങ്ങള് തിരിച്ചു വന്നിട്ട് നീ ഓഫീസിലേക്ക് പോയാ മതി. അല്ല, ആ ബേക്കറിക്കാരി ഇവിടെ ഇല്ലേ? അല്ല, ആ ബേക്കറിക്കാരി ഇവിടെ ഇല്ലേ? അത് പിന്നെ ഷീസ് ഗോയിങ് ടു ബ്യൂട്ടി പാർലർ. എങ്ങോട്ട്? ബ്യൂട്ടി പാർലറില്. അതിന് അവളെ പോലുള്ള ഭൂതങ്ങൾക്ക് പറ്റിയ ബ്യൂട്ടി പാർലർ ഈ നാട്ടിലുണ്ടോ? ഒരു കാര്യം ചെയ്യ്, പോയിട്ട് വേഗം വാ. അതുവരെ ഞാൻ ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാം. യക്ഷിക്കും പ്രേതങ്ങൾക്കൊക്കെ ബ്യൂട്ടി പാർലറും തുടങ്ങിയോ? കഷ്ടം. വാട്ട് ആൻ ഐഡിയ. തിരിച്ചു വരുന്നത് വരെ അവരെന്തെങ്കിലും മിണ്ടും പറഞ്ഞു ഇരിക്കട്ടെ. മൈ ലിറ്റിൽ കണ്ണാ, നീ അവരുടെ ഇടയിൽ ഒരു 11 kV ലൈൻ വലിച്ചു കൊടുക്കണേ. നിന്റെ ബില്ല് ഞാൻ അടച്ചോളാം. ഓക്കെ മൈ ലിറ്റിൽ കണ്ണാ. അമ്മേ, അമ്മ എന്തിനാ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നേ? അത് അല്ല, അമ്മ എന്തിനാ ജ്യോതി ബ്യൂട്ടി പാർലറിൽ പോയിന്ന് കള്ളം പറഞ്ഞ? മിണ്ടരുത്. അവരുടെ ലൈഫ് ഒന്ന് ബ്യൂട്ടിഫുൾ ആവട്ടെടി. യു കം, വി ഗോ. ഡ്രൈവർ, വണ്ടി എടുക്കൂ. വാ. എന്റെ കണ്ണ, ആരെതിങ്ങനെ പൊട്ടിച്ചിട്ടിരിക്കുന്ന? ഇത്രയും വിളക്കുകൾ ഒന്നിച്ചു പൊട്ടിയത് ഒരിക്കലും അബദ്ധത്തിലായിരിക്കില്ല. ആരെങ്കിലും മനഃപൂർവ്വം ചെയ്തതായിരിക്കും. ഇനിയാ അസൂയക്കാരികളായിരിക്കോ താരയും ചിത്രയും? ആയിരിക്കും. മായ വരുമ്പോ ഞാനാണിത് പൊട്ടിച്ചെന്ന് വിചാരിക്കും. അങ്ങനെ വരുത്തി തീർക്കാൻ തന്നെയായിരിക്കും അവള് മരുത് ചെയ്തത്. അപ്പോ കുറ്റം ഈസി ആയിട്ട് എന്റെ മേൽ കെട്ടിവെക്കാം. ഓഫ്, എന്തൊരു ബുദ്ധി. അവളുമാർക്ക് തിരിച്ചൊരു പണി കൊടുത്താലോ? നിന്നോടൊക്കെ ഇത് പറഞ്ഞ് എന്നെ വേണം പറയാൻ. ഇല്ല മായേച്ചി, മായേച്ചി എന്ത് പറഞ്ഞാലും അങ്ങനെ അവരെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അമരാവതിയിലേക്ക് ബന്ധുക്കൾ ചമഞ്ഞുള്ള അവരുടെ ആദ്യത്തെയും അവസാനത്തെയും വരവായിരിക്കും ഇത്. പക്ഷെ അതുകൊണ്ട് DKയുടെ മുന്നിൽ നമ്മൾ തെറ്റുകാരാവരുത്.
അത്രേ ഉള്ളൂ. എന്റെ അച്ഛനും അമ്മയൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാ സന്തോഷിക്കുമെന്ന പാവ അമ്മയുടെ വിചാരം. മകളെ കാണാൻ വരുന്നത് അവർക്ക് സന്തോഷം തന്നെയാ. പക്ഷെ ഇവിടുത്തെ മരുമക്കൾ 3 എണ്ണവും കൂടി അവരെ അപമാനിക്കും. എനിക്ക് ഉറപ്പത്. വിളിച്ചില്ലെങ്കിൽ അമ്മയ്ക്കത് വിഷമാവുകയും ചെയ്യും. അവർക്ക് കൊടുക്കാനുള്ള സമ്മാനങ്ങൾ വരെ ആ പാവം വാങ്ങിച്ചു വെച്ചു. എന്റെ മുന്നിൽ വെച്ച് അവരെ ആരും അപമാനിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പൊ തന്നെ തിരിച്ചടി കൊടുക്കും ഞാൻ. എന്ത് ചെയ്യും? വിളിച്ച് വരണ്ടെന്ന് അച്ഛനോട് പറഞ്ഞാലോ? അച്ഛനാവുമ്പോ കാര്യം മനസ്സിലാവുകയും ചെയ്യും. അതാ നല്ലത്. അച്ഛന്റെ ഫോണാണല്ലോ. ഇന്നും മറന്നോ? ചേച്ചിയാണല്ലോ. ആ അച്ഛാ, അച്ഛന് സുഖല്ലേ? സുഖം തന്നെ, വളരെ സുഖം. മോൾക്ക് സുഖാണോ? എടി നീയാ? അച്ഛനെവിടെ മോളെ? അതെ, അച്ഛനാണ് സംസാരിക്കുന്നത്. പറയൂ മോളെ, എന്താ വിശ്വാസം വരുന്നില്ലേ? അച്ഛൻ എവിടെ പോയി? ഇന്നും ഫോൺ മറന്നോ? ഹലോ, മറന്നു പോയാലേ ഓർമ്മിപ്പിക്കാൻ അച്ഛന്റെ ഇളയ മോൾ ഇവിടെ ഉണ്ട്. ഓഹോ, എന്നിട്ട് ഇന്നെന്താ ഓർമ്മിപ്പിക്കാത്തെ? അത് പിന്നെ ഇന്നേ ഞാൻ മറന്നുപോയി. ഇങ്ങനെയാണോ നിന്റെ അച്ഛനെ നോക്കുന്നേ? ആ എന്താ പോരെ? വേണമെങ്കിൽ ഇനിയും കുറച്ചും കൂടി നന്നായിട്ട് നോക്കാം. അതെ, അച്ഛൻ കടയിൽ വരെ പോയതാ, ഇപ്പൊ വരും. എന്തിനാ ചേച്ചി അച്ഛനെ വിളിച്ചത്? അവിടെ ചേച്ചിക്ക് സുഖാണോ? അവക്കെന്താ അവിടെ കുഴപ്പം? അവളവിടെ കൊട്ടാരത്തിലെ റാണിയായിട്ട് ജീവിക്കല്ലേ. അമ്മേ ഒന്ന് മിണ്ടാതിരിക്കെ. പറ ചേച്ചി, അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്കിവിടെ ഒരു കുഴപ്പമില്ല. ഞാനിപ്പോ വിളിച്ചത് വേറൊരു കാര്യം പറയാനാ. എന്ത് കാര്യം? സ്പീക്കർ ഓൺ ചെയ്യടി. ആ പറ ചേച്ചി, എന്താ കാര്യം? അതെ, എല്ലാ വർഷവും ദീപാവലിയുടെ തലേദിവസം ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു ചടങ്ങുണ്ട്. അതിന് നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കാൻ അമ്മ പറഞ്ഞിട്ടുണ്ട്. എന്ത് ചടങ്ങാ ചേച്ചി? അതൊരു പാർട്ടിയാ, ചീട്ടുകളി പാർട്ടി. ഒരുപാട് വലിയ വലിയ ആളുകൾ വരുന്ന പാർട്ടിയാ. എന്നിട്ട് പണം വെച്ച് ചീട്ട് കളിക്കും. ഇതെന്താ മുച്ചീട്ട് കളി ക്ലബോ? നമ്മുടെ നാട്ടിൽ കാശ് വെച്ച് ചീട്ട് കളിച്ചാലേ പോലീസ് പിടിക്കും. ഇത് നമ്മുടെ നാട്ടിലുള്ള ആചാരമല്ല. മാത്രമല്ല, നാട്ടിലെങ്ങും ഇങ്ങനെ ഒരു ചടങ്ങ് കേട്ടുകേൾവി പോലും ഇല്ല. ആര് പറഞ്ഞടി? തൃശൂർ ഭാഗത്തൊക്കെ പണം വെച്ച് ചീട്ട് കളിക്കുന്ന ധാരാളം സ്ഥലങ്ങളുണ്ട്. അമ്മ, അതൊക്കെ വലിയ ക്ലബുകളാ, വീടല്ല. നിയമവിരുദ്ധം അതൊക്കെ. ചേച്ചി, അമരാവതിയിലുള്ളവരൊക്കെ ഇത്രയ്ക്ക് മണ്ടന്മാരാ ഇങ്ങനെ കാശ് കളഞ്ഞു കുളിച്ച് ചീട്ട് കളിക്കാൻ? ഇങ്ങനെ കണ്ടോ, നോക്കിന്റെ നീളം കണ്ട തോന്നും ഒറ്റയടിക്ക് ഒരു ലോഡ് വിളക്കുണ്ടാക്കുന്നു. ഇങ്ങനെ കൈ ഇങ്ങനെ പിടിക്കും. ഇങ്ങനെ കണ്ടോ, മനസ്സിലായോ? ആ, വർത്താനം പറയുന്ന പോലെയല്ല വിളക്കുണ്ടാക്കുന്നത്.
കൈഡ് കൈഡ് കൈഡ്. ഇന്ന് 2 3 4 5 6 7 8 9 10 11. കണ്ണട ഒന്ന് കയറ്റി വെച്ചേ. ദേഹം മുഴുവൻ ചെളിയായി. നോക്കട്ടെ. ഇപ്പൊ മോഡേൺ കൃഷിക്കാരന്റെ ഒരു ലുക്ക് ഉണ്ട്. സൂപ്പർ. ഈ ചെളിയോടുകൂടി ഞാനിങ്ങനെ മുറിക്കാത്ത കയറും. ചവിട്ടുന്നിടം മുഴുവൻ ചെളിയാവും. ദേ, നീ ഒറ്റ ഒരുത്തിയാ ഇതിനെല്ലാം കാരണം. അതെ. ഐഡിയ. എന്താ? വാ വാ പറയാ. വാ. എങ്ങോട്ട്? പറയാനേ. വാ വാ വരാൻ. വാ അങ്ങോട്ട് വാ. നീ എന്നെ എങ്ങോട്ട് കൊണ്ടുപോവാ? വാ. നീ എന്നെ എങ്ങോട്ട് കൊണ്ടുപോവാ? വരാൻ. വിട്. വാ ഏയ്, ഇങ്ങോട്ട് വാ. നീ എന്നെ എങ്ങോട്ട് കൊണ്ടുപോവാ? എക്സിബിഷനിൽ കാഴ്ചവസ്തുവായിട്ട് നിൽക്കാനോ? ഈ കൊല്ലത്ത് നിങ്ങൾ എക്സിബിഷന് വെച്ചാ കാണാൻ ഒരാൾ പോലും വരില്ല. ഒരു ടിക്കറ്റ് പോലും വിൽക്കത്തില്ല. അതിനുള്ള മാർക്കറ്റ് ഒന്നും നിങ്ങൾക്കില്ല. അല്ലെങ്കിൽ ഈ മരമൊന്ന് കാണാൻ ആരെങ്കിലും ടിക്കറ്റ് എടുത്ത് വരുമോ? ഇങ്ങ് വാ. വരാ ഇങ്ങോട്ട്. ഒന്ന് പെട്ടെന്ന് നടക്ക്. വാ. നിക്ക് നിക്കേ, ഇപ്പൊ വരാം. ഈ ബേക്കറിക്കാരി എന്താ ചെയ്യാൻ പോകുന്നത്? നമസ്കാരം. ഐ ആം മൂർത്തി, തരുൺ മൂർത്തി. ഇതെന്റെ വൈഫ് വൈജയന്തി. എന്തേ നിങ്ങൾ വൈകിയത്? എല്ലാം സംഭവിക്കാൻ ഒരു സമയമുണ്ടല്ലോ സർ. മഴ പെയ്യുമ്പോ ഇടിമിന്നലുണ്ടാകണം. എങ്കിലേ ആ മഴയുടെ വരവിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവൂ. DKയുടെ ജീവിതത്തിലേക്ക് ഞങ്ങൾ വീണ്ടും കയറി വരുമ്പോ അതിനൊരു പഞ്ചുണ്ടാവണ്ടേ? അതുകൊണ്ടാ ഇത്രയും വൈകിയത്. ഒരു ദീപാവലിയുടെ ആഘോഷത്തിലാ ഞങ്ങളെ DK തകർത്തത്.
ബിസിനസ്സുകൾ മുഴുവൻ അവൻ ഒറ്റയ്ക്ക് സ്വന്തമാക്കി. ഞങ്ങളും കൂടി ചേർന്നു തുടങ്ങിയ റെസ്റ്റോറന്റ് ബിസിനസ്സിൽ നിന്നും DK ഞങ്ങളെ പുറത്താക്കി. പിന്നെ അജ്ഞാതവാസമായിരുന്നു ഇതുവരെ. കഴിഞ്ഞ 7 വർഷം DKയുടെ നാശം മാത്രം സ്വപ്നം കണ്ട് ഉറങ്ങുകയും ഉണരുകയും ചെയ്ത രാത്രികളും പകലുകളും. DK തകർക്കാനുള്ള ആയുധങ്ങൾ സ്വരുക്കൂട്ടുകയായിരുന്നു ഞങ്ങൾ ഇതുവരെ. അപ്പൊ ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറയുന്നത് വെറും വാക്കല്ല എന്നെനിക്കിപ്പോ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു. മൂർത്തി, ഒരിക്കൽ നമുക്ക് മുന്നിൽ തോറ്റുപോയ ശത്രു പോലും വീണ്ടും കാണുമ്പോ അജയ്യരാവും. അപ്പൊ പിന്നെ നമ്മളെയും തോൽപ്പിച്ച് വിജയത്തിന്റെ കൊടുമുടി കയറിയ ശത്രുവോ? അയാളെ തോൽപ്പിക്കാന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അന്ന് നിങ്ങൾ കണ്ട DK അല്ല ഇന്നത്തെ DK. അയാൾ വല്ലാതങ്ങ് വളർന്നു. ഒപ്പം അയാളുടെ ബിസിനസ്സുകൾ. എനിക്കറിയാം, കഴിഞ്ഞ 7 വർഷങ്ങൾ കൊണ്ട് DK അങ്ങ് ഒരുപാട് ഉയരത്തിലെത്തി. ഉയരം കൂടുന്തോറും വീഴ്ചയുടെ ആഘാതം കൂടുന്നാണല്ലോ പ്രമാണം. ഏറ്റവും അടുത്ത ബന്ധുവായിട്ട് പോലും അവൻ നിന്നോട് ചെയ്തതൊക്കെ എനിക്കറിയാം. ആ പക നിന്റെ ഉള്ളിൽ കത്തുന്നതും എനിക്കറിയാം. അവിനാഷ്, ഒരുമിച്ച് നിന്നാൽ നമുക്കവനെ തകർക്കാം. ഐഡിയൊക്കെ കൊള്ളാം മൂർത്തി. നിന്നെക്കുറിച്ച് ഞാനൊന്ന് അന്വേഷിച്ചു. കുറേയേറെ വിവരങ്ങൾ കിട്ടി. അത് പക്ഷേ DK നിങ്ങളെ ചതിച്ച കഥയല്ല. ഒപ്പം നിന്ന് നിങ്ങൾ DK ചതിച്ചു വീഴ്ത്താൻ നടത്തിയ ശ്രമങ്ങളുടെ ഒരുപാട് കഥകൾ വിത്ത് എവിഡൻസ്. നീ അറിഞ്ഞതിലും കേട്ടതിലും ഒക്കെ സത്യങ്ങളുണ്ട്. പണം എന്നും എനിക്ക് ലഹരിയാണ്. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. പക്ഷെ എന്നെ ചതിച്ചത് അവനാ, ആ DK. ഞാൻ കൂടി നിന്ന് കഷ്ടപ്പെട്ട് കെട്ടിപ്പൊക്കിയ റെസ്റ്റോറന്റിന്റെ പാർട്ട്ണർഷിപ്പിൽ നിന്നും എന്നെ അവൻ നിസ്സാരമായി ഒഴിവാക്കി. ഞങ്ങളുടെ സമ്പാദ്യം മുഴുവൻ DKയുടെ കയ്യിലായി. അതിനിടയില് ഒരു എപ്പിസോഡ് മൂർത്തി മറന്നു. നീ ജയിലിൽ കിടന്ന 2.5 വർഷം. എനിക്കെല്ലാം അറിയാം മൂർത്തി. റെസ്റ്റോറന്റിന്റെ മറവിൽ മയക്കുമരുന്ന് കച്ചവടം നടത്തിയപ്പോഴാ DK നിന്നെ ഒഴിവാക്കിയത്. പണ്ടത്തെ ആ സ്നേഹവും ബഹുമാനവും ഒക്കെ നീ ഇപ്പോഴും ഓർക്കുന്നുണ്ടോ? മറക്കാൻ പറ്റില്ലല്ലോ DK. ഈ ദീപാവലിക്ക് നടക്കുന്ന ചീട്ടുകളിലും പിന്നെ പൂജയിലും ഒക്കെ പങ്കെടുക്കാനാ ഞങ്ങള് വന്നത്. പഴയ വാശിയും വൈരാഗ്യമൊന്നും ഞങ്ങളുടെ മനസ്സിലില്ല. പക്ഷേ എന്റെ മനസ്സിലതുണ്ട്. നിന്റെ പണ്ടത്തെ സ്നേഹവും ഞാൻ മറന്നിട്ടില്ല മൂർത്തി. അതുകൊണ്ട് സോറി, ഈ ദീപാവലി ആഘോഷത്തിൽ ഞങ്ങൾ ആരെയും ക്ഷണിക്കുന്നില്ല. കൊറോണ കാലമാണ്. വൈറസ് ഏതു വഴിക്കാണ് വരുന്നതെന്ന് അറിയാൻ പറ്റില്ലല്ലോ. അഭയം തേടി വരുന്നവരെയും അന്നം തേടി വരുന്നവരെയും ഉപേക്ഷിക്കാത്ത തറവാട അമരാവതി എന്ന് കേട്ടതൊന്നും വെറുതെയല്ലോ. പാമ്പിനോടുള്ള സ്നേഹം കൊണ്ട് പാമ്പിനെ ആരും കൂടെ കിടത്തി ഉറക്കാറില്ല. അതിനുള്ള സാഹസം കാണിക്കുന്നവര് മണ്ടന്മാരാ. തെറ്റുപറ്റിയാൽ അത് തിരുത്തി തിരിച്ചു വരുന്നവരോട് പഴയ ശത്രുത കാണിക്കുന്നത് ശരിയാണോ? എനിക്കൊരു അബദ്ധം പറ്റി, ശരി തന്നെ. പക്ഷേ സുഹൃത്താണെന്ന് പോലും പരിഗണിക്കാതെ ഞങ്ങളെ അപമാനിച്ചു വിട്ടത് ശരിയാണോ? അതെല്ലാം ഞങ്ങൾ മറന്നു. ദേ, ഇപ്പൊ സന്തോഷത്തോടെ തിരിച്ചു വന്നു. ഈ ദീപാവലി നിങ്ങളുടെ കൂടെ ആഘോഷിക്കണമെന്ന ഞങ്ങളുടെ ആഗ്രഹം.
നിന്റെ ആഗ്രഹം ഈ ലൈഫിൽ നോട്ട് വാക്കിംഗ് നടക്കത്തില്ല. അമ്മ ക്ഷമിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്നത്തെ ചീട്ടുകളിയിൽ DKയോടൊപ്പം പങ്കെടുക്കാൻ തന്നെയാ ഞാൻ വന്നത്. DKക്ക് പേടിയാണെങ്കിൽ ഞാൻ പിന്മാറാം. പേടിയോ? അതും നിന്നെയും? നിന്റെ ചതി മുൻകൂട്ടി കാണാനുള്ള ഉൾക്കണ്ണ് എനിക്കുണ്ട്. പിന്നെന്താ, നിനക്ക് വിശ്വാസമില്ലേ? എന്നോട് കളിച്ചാൽ ജയിക്കുമെന്ന് നിനക്ക് ഉറപ്പില്ലേ? അതോ ചീട്ടുകളിൽ പഴയ ധൈര്യം ഇപ്പോൾ DKക്ക് ഇല്ലേ? പണ്ടത്തെ DKക്ക് ഇപ്പോഴും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അത് നിനക്ക് താമസിയാതെ മനസ്സിലാവും. ആരെയും കൂസാത്ത DKക്കും പേടിയോ? തരും, നമുക്ക് തിരിച്ചു പോവാം. DKക്ക് ഭയവാ നിന്റെ കൂടെ ചീട്ട് കളിക്കൽ. നമ്മൾ കാരണം DKക്ക് ഇനിയും നഷ്ടങ്ങൾ സംഭവിക്കരുത്. നമുക്ക് പോവാം. കൊള്ളാം. വൈജയന്തിയുടെ പ്ലേ എനിക്കിഷ്ടപ്പെട്ടു. നീ വളരെ കണ്ണിങ് ആണ്. എന്റെ ഈഗോയെ ഹേർട്ട് ചെയ്താൽ ഞാൻ സഹിക്കില്ല എന്ന് നിനക്ക് നല്ലവണ്ണം അറിയാം. എന്തായാലും നീ ഇവിടെ വരെ വന്നതല്ലോ മോദി. ഇനി ചീട്ട് കളിച്ചിട്ട് പോയാ മതി. മോനെ, നോ. വേണ്ട DK. ഇയാൾ ചതിക്കും. ശത്രുവിനെ എപ്പോഴും ശത്രുവായിട്ട് തന്നെ കാണുന്നതാണ് DK നല്ലത്. വരുന്നവൻ ശത്രുവായാലും മിത്രമായാലും ഒളിച്ചോടുന്നത് എന്റെ രീതിയല്ല. അതുകൊണ്ട് ഇവനുമായിട്ട് ഞാൻ ചീട്ട് കളിക്കും. കളിയിലും കാര്യത്തിലും ശത്രുവിനെ ശത്രുവായി മാത്രമേ എന്നും DK കണ്ടിട്ടുള്ളൂ. നിന്റെ രണ്ടാം ഊഴത്തിന് ഞാൻ തന്നെ കാണിട്ട് തരാം. ഒരിക്കൽ തോറ്റ ശത്രു വീണ്ടും പത്തി ഉയർത്തി വിഷം ചീറ്റാൻ വരുമ്പോ അതിന്റെ തലക്കടിച്ച് തകർക്കുന്നത് ഒരു ലഹരിയാ. വാ. മോളെ, അമ്മ പറഞ്ഞില്ലേ, ജ്യോതി ഉണ്ടെങ്കി വിജയം ഉറപ്പാ. വൈജയന്തി, നീ എന്തായി കാണിക്കുന്നത്? കുന്തം, നിങ്ങൾ എന്തായി കാണിച്ചത്? തിരിച്ചു വന്നതിന്റെ ലക്ഷ്യം മറന്നോ? ആ പെണ്ണിനെ കണ്ടപ്പോ എല്ലാം മറന്നു. 2 റൗണ്ടിലും തോറ്റു. അതോ DKക്ക് മുന്നിൽ നിങ്ങളുടെ പകയൊക്കെ ആവിയായി പോയോ? നിനക്ക് തെറ്റിപ്പോയി. DKയോട് പ്രതികാരം ചെയ്യാൻ തന്നെയാണ് നമ്മൾ വന്നത്. ചൂണ്ടയിൽ ഈര കൊത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്ന് അയച്ചു കൊടുക്കണം. ഇരയുടെ വായിൽ ചൂണ്ട കുടുങ്ങിയെന്ന് ഉറപ്പായാൽ ചൂണ്ട ഉയർത്തി ഇരയെ നിലത്തടിക്കണം. അതാണ് തന്ത്രം. എന്റെ ഈ തോൽവി DKക്ക് ആത്മവിശ്വാസം കൂട്ടും. അടുത്ത റൗണ്ടിൽ വിജയത്തിന്റെ ലഹരി അയാളുടെ തലയ്ക്ക് പിടിക്കും. അമിതമായ ആത്മവിശ്വാസത്തിന്റെ ബലത്തിൽ അവൻ എന്നെ നിസാരനായി കാണും. അവിടെ DK തോൽക്കും. ചതിയുടെ പകിടയുരുളാൻ തുടങ്ങുന്നതേയുള്ളൂ. നിന്റെ ഈ വീരസ്യം കളി കണ്ടാ മതി. നാശത്തിന്റെ വക്കിലാ നമ്മള്. കടം വാങ്ങിയ പണമാ നമ്മുടെ കയ്യിലുള്ളത്. അതും കൂടെ DKക്ക് കൊടുത്ത് വെറും കൈയോടെ ഇവിടെ ഇറങ്ങി പോയേണ്ടി വരരുത്. അത് ഓർമ്മ വേണം. എന്റെ പ്ലാൻ കൃത്യമാണ്. നീ നോക്കിക്കോ. ഇത് കൗരവ സഭയിലെ ചൂതുകളിയുടെ തുടർച്ചയാണ്. അവിടെ നടന്നത് തന്നെയാ ഇവിടെയും സംഭവിക്കാൻ പോകുന്നത്.
DKയ്ക്കും കുടുംബത്തിനും ഇനി വനവാസം. അമ്മ ഒരുപാട് ലേറ്റായി. നമുക്ക് വേഗം ഇറങ്ങാം. ഇറങ്ങാൻ വരട്ടെ. എന്താ ബാഗിലമ്മ? ഈ ബാഗിലോ? ഇതിലൊന്നുമില്ല. നീ എന്താ കള്ളന്മാരെ ചോദ്യം ചെയ്യുന്ന പോലെ ചോദ്യം ചെയ്യുന്നത്? എന്തോ കള്ളത്തരം ഉണ്ടെന്ന് തോന്നിയതുകൊണ്ട്. അമ്മ ഇപ്പൊ ബാഗിലേക്ക് വെച്ചത് പണമല്ലേ? പണോ? എവിടുന്ന്? ഈശ്വര, എന്തിനാ പ്രിയ നീ എന്നെ ഇങ്ങനെ സംശയിക്കുന്നത്? നീ വാ, നമുക്ക് വേഗം പോവാ. ആദ്യം അമ്മയെ ബാഗും തുറന്നേ. തുറക്കമ്മേ. ഇല്ല, തുറക്കില്ല. അവൾ എന്നെ ചോദ്യം ചെയ്യാൻ വന്നിരിക്കുന്നു അല്ലേ? ഞാനെന്താ നിന്നെ പഠിച്ചോണോ നടക്കാൻ? എന്താ ഇവിടെ പ്രശ്നം? എന്തിനാ ഇങ്ങനെ കിടന്ന് ഒച്ച വയ്ക്കുന്നത്? ഇവൾക്ക് ഇപ്പൊ എന്റെ ബാഗ് പരിശോധിക്കണം പോലും. ഞാനെന്താ ഇവളുടെ കളിക്കുട്ടിയാണോ ഇവളെ അനുസരിക്കാൻ? സുധേട്ടാ, നമുക്ക് പോവാം. അച്ഛാ, അങ്ങനെ പോവാൻ ഞാൻ സമ്മതിക്കില്ല. അമ്മ കുറെ നോട്ട് കെട്ടുകൾ ബാഗിൽ വെച്ചത് ഞാൻ കണ്ടതാ. അമ്മയ്ക്ക് എവിടെ നമ്മ ഇത്രയും കാശ്? ചോദിക്കച്ചാ, ഈ ബാഗിങ് തന്നെ തരാൻ. ആരെങ്കിലും ഒന്ന് വിടന്നേ. നോക്കച്ചാ, അമ്മയ്ക്ക് ഇത്രയും പണം എവിടുന്ന? ആശാലതേ, എന്താ ഇതൊക്കെ? ഇത്രയും പണം നിന്റെ കയ്യിൽ എവിടെ നിന്ന് വന്നു? അച്ഛാ, അമ്മ ഇത് ആരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയതാ. പക്ഷെ ഇപ്പൊ ഇതുകൊണ്ട് എന്ത് ചെയ്യാൻ അമ്മയുടെ ഉദ്ദേശം? അവിടെ പോയി ചീട്ട് കളിക്കാനാണോ? അതിന് കടം വാങ്ങിയതാണോ ഈ പണം? അതെ, അത് തന്നെ എന്റെ ഉദ്ദേശം. കണ്ണാ, എന്താ അനങ്ങാതെ നിൽക്ക്. എന്റെ ഹിറ്റ്ലറെ നിങ്ങൾ എന്തുവായി കാണിക്കുന്നേ?
മിണ്ടാതെ നേരെ നിൽക്ക്, ഇല്ലെങ്കിൽ നാണക്കേടാവും. ഡ്രസ് ഇട്ടപ്പോ മര്യാദ കിട്ടില്ല നീ. എന്താ ഇടി ബേക്കറിക്കാരി, ഈ വന്നവന്മാരുടെ എല്ലാം കണ്ണ് നിന്റെ മേലാ. നീ ബ്ലൗസിന്റെ പിന്നിലെ സിബ് നേരെ ചൊവ്വയല്ല ഇട്ടിരിക്കുന്നത്. അനങ്ങാതെ അടങ്ങി നിൽക്ക്, ആളുകൾ കാണും. പേടിക്കണ്ട, ഐ ക്യാൻ മാനേജ്. എല്ലാം ഓക്കെ അല്ലേ? ഈശ്വര, ഹിറ്റ്ലറിന് ഇതെന്തു പറ്റി? വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. എല്ലാവരുടെയും മുന്നിൽ ഞാനിപ്പോ നാണം കിട്ടേനെ. ഇയാള് ഇത്രയ്ക്ക് ലവബിൾ ആണോ? ഭർത്താവിന്റെ സ്നേഹവും കരുതലും എല്ലാം ഇപ്പൊ DKയുടെ മുഖത്തുണ്ട്. ഇപ്പൊ നീയൊക്കെ ഇരിക്കുന്ന സ്ഥാനത്ത് നിന്ന് എന്റെ ജ്യോതിമോള് നിന്നെയൊക്കെ വലിച്ച് താഴെയിടും, ഓർത്തോ. ഈ വീടിന്റെ മരുമകൾ എന്റെ മകളാ, അത് മറക്കരുത്. അതുകൊണ്ട് ഞങ്ങൾ അവളെ ഭയന്ന് ജീവിക്കണോ? അതെ, ഭയന്നു തന്നെ ജീവിക്കണം. ഏറ്റവും നല്ല ബേക്കറിയിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന സ്വീറ്റ്സ് നിങ്ങൾ കുറ്റം പറഞ്ഞു. അത് കൊള്ളാത്തോണ്ടല്ലേ പറഞ്ഞത്. എന്റെ മകൾ DKയുടെ ഭാര്യ, ഞാൻ DKയുടെ അമ്മായിയും. ആരുടെയൊക്കെ സമയം എപ്പോഴൊക്കെയാ മാറുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. നാളെ ചിലപ്പോ ആ വില കുറഞ്ഞ സ്വീറ്റ്സ് കഴിക്കാനുള്ള ഗതി പോലും നിങ്ങൾക്കുണ്ടായെന്ന് വരില്ല. എന്നോട് കളിച്ചാ നിങ്ങളെ അവിടെ എത്തിക്കും ഞാൻ. നീ വാടി. അയ്യോ, പോവാണോ? എന്റെ കൂടെ നിങ്ങളിൽ ആരാ ചീട്ട് കളിക്കുന്നത്? നിങ്ങൾ ഏത് ലെവലിൽ കളിച്ചാലും ഈ ആശാലത അതിന് മുകളിൽ നിൽക്കൂ. അല്ല, അതിരിക്കട്ടെ, ചീട്ട് കളിക്കാൻ നിന്റെയൊക്കെ കയ്യിൽ പണമുണ്ടോ? ഉണ്ടെങ്കിൽ കാണട്ടെ. മൈച്ചി, നമുക്ക് പോവാം, വാ. ഹായ് ചിത്ര. ഇവരെന്തിനാ ഇവളെ കൊണ്ട് പാർട്ടിക്ക് നടക്കുന്നേ? ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നവളെ ഇങ്ങനെ ഒപ്പം കൂട്ടൂ? എന്റെ മുമ്പിൽ കളവ് പറഞ്ഞതാണോ ഇവൻ? നിങ്ങളെന്താ ഇത്ര ലേറ്റ് ആയത്? നിന്റെ ഏട്ടൻ തന്നെയാ കാരണം. അതെ, വാ
നമുക്ക് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ട്. ഏട്ടാ, ഞാൻ ഇവരുടെ കൂടി ചെല്ലട്ടെ? ശരി. നീ എന്താ എന്നെ പറഞ്ഞു പറ്റിക്കാനാണോ ഭാവം? അവളെ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട്? അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. ഇതൊക്കെ എന്റെ ഒരു പ്ലാനിങ്. കുറച്ച് കഴിയുമ്പോൾ ആന്റിക്കത് മനസ്സിലാവും. തൽക്കാലം അവരുടെ മുമ്പിൽ എനിക്ക് ഇങ്ങനെ അഭിനയിച്ചേ പറ്റൂ. ചീട്ട് കളിക്കാൻ പണം പോരെങ്കിൽ ഇനിയും തരാം. വേണ്ട, ഈ കളിയിൽ ഞാൻ തന്നെ ജയിക്കും. പിന്നെ പ്രിയ അച്ഛനൂടെ വന്നിട്ടുണ്ട്. ഇവിടെ വെച്ച് അവളോട് കിന്നരിക്കാൻ ചെല്ലരുത്, പറഞ്ഞേക്കാം. എന്നെ ചതിച്ച ഇവന അനുഭവിക്കും. ഈ വീടുമായുള്ള ഇവന്റെ ബന്ധം നിനക്കറിയായിരുന്നോ? എപ്പോഴെങ്കിലും അതവൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നിന്നെ മാത്രല്ല, ഇവിടെയുള്ള എല്ലാവരെയും അവൻ ചതിക്കുക. തൽക്കാലം ഇവിടെയുള്ളവരാരും ഇതറിയുന്നത് നല്ലതല്ല. എന്റെ അനിയത്തെ ഒരു മോശം പെൺകുട്ടിയായി ആരും കാണുന്നത് എനിക്കിഷ്ടമല്ല. എന്നോട് ദേഷ്യമുണ്ടെങ്കിലും DKയും ഇത് ആരോടും പറയില്ല. അതുകൊണ്ട് അവനുമായുള്ള എല്ലാ ബന്ധവും നീ അവസാനിപ്പിക്കണം. മേലിൽ നിന്റെ അടുത്തേക്ക് വരാൻ അവനെ അനുവദിക്കരുത്. അവിനാശ്, അവിനാശ് എന്നെ വിടാൻ. പ്രിയ, പ്രിയ, എന്നെ വിട്. പ്രിയ, വിട് അവിനാശ് എന്നെ. പ്രിയ, എന്നെ ബഹളം വയ്ക്കല്ലേ. അവിനാശ്, വിട്. പ്രിയമോളെ, അങ്ങോട്ട് പോ. മോളെ, വാതില് തുറന്ന്, ഇത് ഞാനാ. പ്രിയമോളെ, ഇപ്പൊ ആരോട് സംസാരിച്ചേ? അവനിവിടെ വന്നായിരുന്നോ? ഇല്ല ചേച്ചി. പിന്നെ അവന്റെ ശബ്ദം കേട്ടതോ? ഈ ചേച്ചിക്ക് എന്താ എപ്പോഴും ഇങ്ങനെ അവനെ പറ്റി ആലോചിക്കുന്നുണ്ടാ ഇങ്ങനെയൊക്കെ തോന്നുന്നത്?
ഷോ. അതെ, ഇനി നീ അടുത്തിരുന്ന എന്റെ നിയന്ത്രണം പോവും. ജയിക്കൂന്ന് നീയല്ലേ പറഞ്ഞത്? പിന്നെ ഞാനൊന്ന് സ്വർഗത്തിലാണല്ലോ ഇരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കളിക്കണമായിരുന്നു. അതെ, ഈ റൗണ്ടിലെ ചീട്ട് ഞാനൊന്ന് കണ്ടോട്ടെ. ഞാൻ പറയാം എങ്ങനെ കളിക്കണമെന്ന്. എന്നെ ചീട്ടൊന്ന് കാണിക്കുന്നേ. നോ, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. വായടച്ച് മിണ്ടാതിരിക്കാൻ. അതെന്താ എന്നെ കാണിച്ചാ? ഞാനൊന്ന് നോക്കട്ടെ ഹിറ്റ്ലറെ. ഒന്ന് കാണിക്ക ഹിറ്റ്ലറെ. എന്നൊന്ന് കാണിക്കേ. ഒന്ന് അടങ്ങി നിൽക്ക്. എത്ര വട്ടാ ഞാനീ പറയുന്നേ? ഒന്ന് കാണിക്കേ. ഒന്ന് കാണിക്കുന്നേ. ഞാനൊന്ന് നോക്കട്ടെ.